Baruch atah Adonai Eloheinu melech haolam. സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടത്. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കൽ കൂടെ എന്റെ വന്ദനത്തെ അറിയിക്കുകയും ഈ ദൈവജന പഠനത്തിലേക്ക് ഏവരെയും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഹാർദവമായി സ്വാഗതം അരുളുകയും ചെയ്യുന്നു. വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവജന പഠനത്തിനായി സമയം വേർതിരിച്ച് ഈ ദൈവജന പഠനം വളരെ ഗൗരവത്തോടെ കണ്ട് അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്ന പ്രിയപ്പെട്ടതിനകത്തുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിനത്തിൽ ചിലരുടെയൊക്കെ സംഭാഷണത്തിൽ അവർ ഈ ക്ലാസ്സിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്തുമാത്രം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നിർത്തിയ ഇടത്തു നിന്നും ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ഒരു ചോദ്യത്തിന്റെ മറുപടി എന്നോണമാണ് ഈ ദിവസങ്ങളെ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവർക്കൂടെ പ്രയോജനപ്പെടണം എന്നുള്ള ചിന്ത കൊണ്ടാണ്. മുൻപോലുള്ളവർക്ക് മനസ്സിലാകും ഞാനിത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടാണല്ലോ. തീർച്ചയായിട്ടും ഇത് റിപ്പീറ്റഡ് ആണ്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ അത് കുറെ കൂടെ റെലവെന്റ് ആണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിച്ച് ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ജീവിതം പണിതെടുപ്പാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞാൻ ഈ വിശുദ്ധ തിരുവഴുത്തിന്റെ നമ്മുടെ ഭാഷയിലേക്കുള്ള പരിഭാഷയുടെ അനന്തരഫലം എന്ന വണ്ണം ഏതെങ്കിലും മേഖലകളിൽ വന്നു ഭവിച്ചിട്ടുള്ള ആശയ ചോർച്ച, അർത്ഥവ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിന്റെ എല്ലാം മറ്റുമല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രഹിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ചില മേഖലകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും എൻ്റയർ ബൈബിൾ നമുക്ക് അങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളത് പ്രായോഗികമാകുന്ന കാര്യമല്ലല്ലോ. അത് നമുക്ക് ആ ഒരു ഭാഷയുടെ പഠനമോ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്കത് കഴിയുകയുള്ളൂ. ചിലർ പറയുന്നത് ഈ വേദോസം മുഴുവൻ പഠിച്ച് തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ, അതുപോലെ നടക്കുന്ന കാര്യമാണോ, ഇതെല്ലാം നമുക്ക് ഗ്രഹിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയുണ്ട്. നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റാത്തൊരു പുസ്തകം നമ്മുടെ തരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? സർവശക്തനായ ദൈവം, നമ്മൾ ആത്മപ്രാണികളാണെന്നുള്ള ദൈവത്തിന് നന്നായിട്ട് അറിയാം. നമ്മുടെ ബുദ്ധിയും നമ്മുടെ അറിവും നമ്മുടെ ജ്ഞാനവും എത്രമാത്രം ഉണ്ടെന്നും ദൈവത്തിന് നന്നായിട്ട് അറിയാം. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ കയ്യിൽ ഒരിക്കലും പഠിച്ച് ഗ്രഹിക്കാൻ കഴിയാത്തൊരു പുസ്തകമാണ് തന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് അതൊരു നല്ല ചിന്തയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ഡിമോണിക് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനകത്ത് അങ്ങനെ കൂടെ ചിന്തിക്കുന്നത് തെറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കും. അതും പിശാചിന്റെ ഒരു തന്ത്രം തന്നെയാണ്. നമ്മളെ കൊണ്ട് പറ്റുകയല്ല നമ്മൾ തോന്നരുതോ, അങ്ങനല്ല. ഇത് വളരെ ഗൗരവമായി പഠിച്ചിട്ടുള്ള ആളുകളെ ഒന്ന് സമീപിച്ചറിയാം. വെറും 400 റൂട്ട് വേർഡ്സ് മാത്രമേ ഈ 66 പുസ്തകത്തിനുമുള്ളൂ. 400 വാക്കെന്നല്ല ഞാൻ പറഞ്ഞത്, അതേക്കുറിച്ച് നിങ്ങൾ വഴക്കം കൊണ്ടുവരരുത്. 400 വാക്കെന്നല്ല ഞാൻ പറഞ്ഞത്, 400 റൂട്ട് വേർഡ്സ്, മൂലപദത്തിൽ നിന്നാണ് ഈ വാക്കുകളെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്രയും പഠിച്ചാൽ നമുക്ക് 400 റൂട്ട് വേർഡ് പഠിച്ചു കഴിഞ്ഞാൽ വേദവസ്തു ഏറെക്കുറെ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് പറ്റും. പോട്ടെ, നമ്മളിപ്പം നമ്മുടെ പഠനം അതല്ല. ആ 400 പഠിപ്പിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. ഞാൻ അങ്ങനെ പഠിക്കാൻ ആർക്കെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ ചെയ്തോട്ടെ എന്നോർത്തൊന്ന് പ്രോത്സാഹനം തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അത്രയും എടുത്താൽ പൊങ്ങാത്ത വഴിയെ വരുന്നില്ല. നമുക്ക് നമ്മുടെ ഭാഗത്തേക്ക് വരാം. അപ്പോൾ ഈ ഭാഷാന്തരത്തിൽ വന്ന വ്യതിയാനം പറഞ്ഞു വന്നപ്പോൾ ഞാൻ ആദ്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വിശുദ്ധ തിരുവഴുത്തിൽ ചില പേരുകളാണ് ചൂണ്ടിക്കാണിച്ചത്. നിങ്ങളെ ശ്രദ്ധിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. പേരുകൾ അതിൽ ആദ്യമായി അബ്രഹാം എന്ന മലയാള പദത്തിലെ പേരാണ് നമ്മൾ എടുത്തത്. അവ് എന്ന വാക്കിന്റെ അർത്ഥം ഫാദർ. റാം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്. റാം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഫാദർ. ഞാനത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നായിരുന്നല്ലോ. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വളരെ അത്യാവശ്യമാണ്. ഞാൻ അല്പം തൊണ്ടയ്ക്ക് പ്രശ്നം അനുഭവിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടും തോന്നരുത്. പരമാവധി ക്ലാസ്സിനിടയ്ക്ക് അതൊന്നും ചെയ്യാതിരിക്കാൻ
ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. അത് ഒരു നല്ല മാതൃകയല്ലെന്നറിയാം, പക്ഷെ തൊണ്ടയ്ക്കൊരു ആശ്വാസം കിട്ടാൻ ഞാൻ ഇടയ്ക്ക് ശാലും വെള്ളം കുടിക്കുക. അപ്പൊ നിങ്ങളത് ആക്ഷേപമായിട്ട് കാണരുത് എന്നൊരു അപേക്ഷ കൂടെ ഞാൻ അർപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് മറ്റൊരു പേരിലേക്ക് ഞാൻ വരികയാണ്. അബ്രാം എന്ന പദത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് ആ പേരിന്റെ കൂടെ അബ്രഹാം എന്നായെന്നുള്ളതും ഞാൻ ഓർപ്പിച്ചു. ആ പേരിന്റെ കൂടെ ദൈവം തന്റെ ശ്വാസവും കൂടെ ആഡ് ചെയ്തപ്പോൾ അബ്രഹാം എന്നായി. ആ ഹ എന്നൊരൊറ്റ ശബ്ദം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലത്തെയും സൃഷ്ടിച്ചതെന്ന് 33-ാം സങ്കീർത്തനം 6-7 വാക്യങ്ങളിൽ നിന്ന് തെളിവായി നമ്മൾ വായിച്ചുകൊണ്ടാണ് നമ്മളത് ബോധ്യമായത്. ഞാൻ ഈ പറഞ്ഞു തരുന്ന മെത്തേഡ്, ഈ ജൂസ് സേജസ് എന്ന് പറഞ്ഞാൽ യഹൂദ റബിമാർ, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന യഹൂദ റാബായി റബിമാർ, അവര് എങ്ങനെയാണോ ഈ വചനം പുറത്തിരിക്കുന്നത് അതേ മെത്തേഡാണ് ഞാനിപ്പോൾ നിങ്ങൾക്കും ചെയ്തു തരുന്നത്. നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ അതിനോടൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടി ഞാൻ ഓർപ്പിച്ചതേ ഉള്ളൂ. ഞാൻ യഹൂദ റാബായി ഒന്നുമല്ല. ഞാൻ എന്നെയും യഹൂദ റാബായും തമ്മിൽ കമ്പയർ ചെയ്യുന്നു നിങ്ങൾ പറയരുത്. മെത്തേഡിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ആ ഏറിയയിൽ അടുക്കാനുള്ള യോഗ്യതയില്ല. ഞാൻ വരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്നൊരൊറ്റ ശബ്ദം കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലത്തെയും നക്ഷത്രങ്ങളെയും ആകാശ മണ്ഡലത്തിൽ കാണുന്ന സകലത്തിനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണവും കണക്കും പ്രപഞ്ചത്തിൽ കാണുന്ന ഗാലക്സിയുടെ എണ്ണമൊന്നും എണ്ണി തിട്ടപ്പെടുത്താൻ ഇന്നും ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. ഓരോ ദിവസം കഴിയും തോറും വീണ്ടും വീണ്ടും പുതിയ നക്ഷത്രങ്ങളെ കണ്ടുപിടിക്കുന്നതല്ലാതെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല. ഞാൻ ആലോചിക്കുക, എന്ന് ഉരുവായ ശബ്ദമാണ് ഇന്നും അതിന്റെ റിസൾട്ട് നിലനിൽക്കുന്നതല്ലേ? കേട്ടോ, 100-ാമത്തെ വയസ്സ് 99 വയസ്സിലും തലമുറ എന്ന് പറയുന്നത് കാണാൻ യാതൊരു വഴിയില്ലാതിരിക്കുമ്പോൾ ദൈവം ചെയ്ത അത്ഭുതമാണ്. ആ പേരിന് കൂടെ തന്റെ ശ്വാസം ഒന്ന് ആഡ് ചെയ്തപ്പോൾ, സ്തോത്രം. ഞാൻ ഇവിടെ നമ്മുടെ ഇടയിൽ വന്നുകൂടാൻ സാധ്യതയുള്ള ഒരു തെറ്റൊന്ന് തിരുത്തുക. ഈ നമ്മളെ ഒരു ഉപവാസ പ്രാർത്ഥനയിലൊക്കെ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു ശൈലിയുണ്ട്. ദൈവം നിനക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം കാണാതെ നീ ഈ ഭൂമുഖത്ത് നിന്ന് പോകത്തില്ല. അതിനൊക്കെ സ്വോത്രം പറയാൻ നല്ലതാണ്. പക്ഷെ ഒരു കാര്യം പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടേ ചാടാവും. സ്വോത്രം പറഞ്ഞു. അടുത്ത ചോദ്യം വരുമ്പോൾ നിങ്ങൾ കുഴയരുത്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് സന്തതിയെ തരും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽത്തീരത്തെ മണത്തരികൾ പോലെ ഞാൻ നിനക്ക് തലമുറ തരും എന്നാണ് അബ്രഹാമുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം. ഈ തിയറി വെച്ചോണ്ടാണെങ്കിൽ അടുത്ത ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചാൽ മതി, എന്നോട് പറയണ്ട. അബ്രഹാം മരിക്കുമ്പോൾ അബ്രഹാമിന് എത്ര മക്കളുണ്ടായിരുന്നു? വാഗ്ദത്തം അനുസരിച്ചാണെങ്കിൽ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയും കടൽത്തീരത്തെ മണത്തരികൾ പോലും മക്കൾ കാണുന്നല്ലോ. എത്ര പേരുണ്ടായിരുന്നു? പിന്നെ സമയം കിട്ടുമ്പോൾ എണ്ണി നോക്കണം. 100 പേര് വേണ്ട, 75, 50. സ്തോത്രം. ഞാനൊരു കാര്യം പറയാനായിട്ടാണ്. ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുകയില്ലെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. മറിച്ച് ദൈവം തന്ന ആ വാഗ്ദത്തത്തെ നമ്മുടെ കേവലം 70, 80, 100 വർഷം കൊണ്ട് അതിനെ അളക്കരുത്. ആ ആയുസിനകത്ത് നിൽക്കുന്നതല്ല ദൈവം നമുക്ക് തന്ന വാഗ്ദത്തം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവർത്തി ഇന്നും നടന്നുകൊണ്ടിരിക്കുക. മനസ്സിലാക്കുന്നുണ്ടോ? അല്ലാതെ 100, 120 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന അബ്രഹാമിന്റെ ആയുസിനകത്ത് ഒതുങ്ങുന്നതല്ല ദൈവം അബ്രഹാമിന് കൊടുത്ത പ്രോമിസ്. മനസ്സിലാക്കുന്നുണ്ടോ? ദൈവം നിങ്ങൾക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആയുസിനകത്ത്
മാത്രമായി ലിമിറ്റഡ് ആകുന്ന ഒരു വാഗ്ദത്തമല്ല. തലമുറ കഴിഞ്ഞാലും നിലനിൽക്കുന്ന വാഗ്ദത്തമാണ് ദൈവം നമുക്ക് നൽകുന്നത്. സ്തോത്രം. നമ്മുടെ സബ്ജക്റ്റ് അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, മടങ്ങി വരുന്നു. അപ്പോൾ അബ്രാം എന്ന പദത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ അത് മലയാളത്തിലേക്ക് വന്നപ്പോൾ അബ്രഹാം നമുക്കത് കിട്ടി. എന്തുകൊണ്ടും മറ്റിതര ഭാഷയേക്കാൾ ഈ എബ്രായ ഭാഷയോട് ചേർന്ന് നിൽക്കുന്ന പരിഭാഷ മലയാളം തന്നെ. അത് പറയാതിരിക്കാൻ നോക്കിയാൽ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെയാന്ന് നോക്ക്. ഏബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം അറിയാൻ നിങ്ങൾ ഇംഗ്ലീഷ് ഡിക്ഷണറി നോക്കണം. ഡസ് ഇറ്റ് മേക്ക് എനി സെൻസ്? എന്തെങ്കിലും അർത്ഥവാശയമോ തരുന്നുണ്ടോ? നോ, ഇല്ല. ഈ നമുക്ക് അല്പം സ്റ്റൈലും ശൈലിയൊക്കെ കിട്ടിയെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ. നമ്മളിപ്പം ആമെന്ന് പറയില്ല, എയ്മേൻ എന്നേ പറയുള്ളൂ. എയ്മേൻ. വാട്ട്സ് ദി മീനിങ് ഓഫ് ദാറ്റ്? വേണ്ട, നമ്മുടെ നാടൻ ഭാഷ പറയുമ്പോൾ ആമേൻ. എയ്മേൻ എന്ന് പറഞ്ഞെങ്കിൽ തെറ്റാന്ന് നിങ്ങൾ നരകത്തിൽ പോകുന്നല്ല ഞാൻ പറഞ്ഞു, തെറ്റിദ്ധരിക്കരുത്. അതല്ല ഞാൻ പറഞ്ഞത്, ആ ആശയത്തിലും അല്ല. നിങ്ങൾ അങ്ങനെ പോകരുത് കേട്ടോ. ഞാൻ പറഞ്ഞതിന്റെ വേറെ ഘടകവിരുദ്ധമായിട്ട് അർത്ഥത്തിൽ പോകരുത്. സാറ എന്ന് പറയല്ലേ, സേറ. ഞാനത് പറയുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. നമ്മൾ ഈ ഇപ്പം ശ്യാം എന്നുള്ള പേര് ഞാൻ അല്പം വൈകല്യം വരുത്തി ഉച്ചരിച്ചാൽ എങ്ങനെ ഇരിക്കും? എന്നെ ഷജി എന്ന് വിളിച്ചാൽ, ഷാജി SHAJI, ഷാജി എന്നുള്ള ഷജി എന്ന് പറഞ്ഞ എങ്ങനെ ഇരിക്കും? പറ. അപ്പം ഈ നമുക്ക് ഞാൻ പണ്ട് ഒരു മിഷണറിയുടെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് മീറ്റിങ്ങിന് പോവാ. കൊട്ടാരക്കര വന്ന പുള്ളിക്ക് ആ സ്ഥലം കിട്ടും. പുള്ളി ഓ കൊട്ടരക്കര കൊട്ടാരക്കര എന്നുള്ള സായിപ്പ് വായിച്ചത് കൊട്ടരക്കര എങ്ങനെ ഇരിക്കും? ബാബു എന്നൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു, പുള്ളിയെ വിളിക്കുന്നത് ബബു. ബാബു ആണോ ബബു ആണോ? കണ്ട, പേരിനകത്ത് ഏത് ഭാഷയിലാണെങ്കിലും ആ പേര് അങ്ങനെ തന്നെ നിൽക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഓക്കെ, ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. മറ്റൊരു പേര് ഞാൻ ചൂണ്ടിക്കാണിക്കാം. യാക്കോബ്. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, ഉപായി അല്ലേ? അല്ലെങ്കിൽ എന്താ പറയാ, ചതിവന്നോ കളിപ്പിക്കുന്നോ എന്നൊക്കെയാണ് നമ്മൾ യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം, അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. നമ്മൾ ഉപവാസ പ്രാർത്ഥനയിലൊക്കെ ഈ ഉപായി ആയിട്ടുള്ള യാക്കോബിനെ കുറിച്ച് ധാരാളം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ചോദ്യം അതല്ല, യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം ഉപായി എന്നാണെന്ന് ആരാ പറഞ്ഞു തന്നെ? അത് ആര് പറഞ്ഞു ചോദിച്ചാൽ അങ്ങനല്ലേ അതിന്റെ അർത്ഥം? അതങ്ങനാണല്ലോ, പിന്നെ അല്ലാതെ എങ്ങനാ? അങ്ങനല്ല. യാക്കോബ് എന്ന വാക്ക് ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പലതവണ ഇത് പറഞ്ഞിട്ടുണ്ട്. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം കണ്ടോ? എന്ന് പറഞ്ഞാൽ ഇവൻ, അർത്ഥം ഇതാണ്, ഇവൻ കുതികാൽ പിടിക്കുന്നവൻ എന്നാണ്. കണ്ടോ? അമ്മയ്ക്ക് പ്രസവവേദനയായി ഇല്ലേ? 2 പിള്ളേരാണ് ഉദരത്തിലുള്ളത്. ഒന്നാമത്തിന് ഇറങ്ങി വന്നു, ദേഹം മുഴുവൻ രാജാനുബാഹുത്ത്. കുറെ അടുത്തവനും വന്നു മെല്ലിച്ച്. പക്ഷെ ആ അകത്തുനിന്ന് വന്നപ്പോഴേ ചേട്ടന്റെ കാലെ പിടിച്ചുണ്ടാവണം. അകത്തുനിന്ന് വന്നപ്പോഴേ. സ്വോത്രം. ഈ യഹൂദന്മാര് പേരിടുന്നത് ചുമ്മാതെ അല്ല. അപ്പന്റെ അമ്മയുടെയും പേരിന്റെ ആദ്യത്തെ അക്ഷരം എടുത്തിട്ട് പേരിടുന്ന രീതി അവർക്കില്ല. അവരെന്ത് പേരിടുന്നു അതനുസരിച്ചായിരിക്കും അവരുടെ ആ ക്യാരക്ടറൊക്കെ ഫോർമേഷൻ ചെയ്യുന്നു.
സ്തോത്രം. അങ്ങനെ തന്നെയായിരിക്കും. ഈ യാക്കോബ് എന്നുള്ള പേര് അവൻ എന്തുകൊണ്ടും യോജിച്ചു. കാരണം ഗർഭപാത്രത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേ ചേട്ടന്റെ കാലെ പിടിച്ചിട്ട് പറഞ്ഞാൽ ജീവിതത്തിന്റെ മുഴുവൻ സമസ്ത മേഖലയിലും അവൻ കാല് പിടിക്കാത്ത ഇടപാടില്ല. ആരെല്ലാം കാല് പിടിച്ചെന്നറിയോ? കണ്ടോ? ആ പേര് പോലെ തന്നെയായിരുന്നു അവനും. ഞാൻ പലപ്പോഴും ഓർക്കാം, നമ്മുടെ എല്ലാം പേരും ഒക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ എത്ര നന്നായിരുന്നേ അല്ലേ? നമ്മുടെ എല്ലാം സൗമ്യ എന്ന പേരുണ്ടെന്ന് വേണ്ടി നോക്കണം, അപ്പൊ അറിയാം. സ്തോത്രം. ഞാൻ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അവര് പേരിടുമ്പോൾ ആ നിലവാരം കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ മടങ്ങി വരുന്നത്. അപ്പൊ അവൻ ലാസ്റ്റ് ഒരു നിങ്ങൾ ആലോചിച്ച് നോക്കി, ആറ് അമ്മാച്ചന്റെ കാല് പിടിക്കുന്നു, അളിയന്റെ കാല് പിടിക്കുന്നു, ചേട്ടന്റെ കാല് പിടിക്കുന്നു, ഇവരുടെ എല്ലാം കാല് പിടിക്കുന്ന സ്വഭാവമായിരുന്നു യാക്കോബിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ലാസ്റ്റ് ഒരു കാല് പിടിച്ചത് കറക്റ്റ് കാലായിരുന്നു. തമ്പുരാൻ പറഞ്ഞു, ഇനി നീ ആരുടെയും കാല് പിടിക്കാൻ പോകുന്നില്ല, ഞാൻ നിന്റെ പേരിൽ ഒരു മാറ്റം വരുത്താൻ പോകും. എന്താണ് പേരിന് മാറ്റം വരുത്തുന്നത്? ഞാൻ നിന്റെ പേര് എന്നാക്കാൻ പോകുന്നു. ഇസ്രായേൽ. കണ്ടോ? എന്ന് മാറ്റുന്നു. എന്ന് പറഞ്ഞാൽ ഇവൻ, സറ എന്ന് പറഞ്ഞാൽ ഉറ്റുനോക്കുന്നു, ദൃഷ്ടി ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നു. ആരുടെ? അത്യുന്നതന്റെ. കണ്ടോ? അത്യുന്നതന്റെ കണ്ണ്, അത്യുന്ന ദൃഷ്ടി അവന് മേൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുക. അതാണ് ആ പേരിന്റെ അർത്ഥം. സ്തോത്രം. നിങ്ങൾ ഇന്നും പത്രമാധ്യമത്തിലൊക്കെ വായിച്ചു കാണൂലല്ലേ? ചുറ്റുമുള്ള മുഴുവൻ രാജ്യങ്ങൾ കിണഞ്ഞ് പരിശ്രമിച്ചു നോക്കുന്നുണ്ട് ഇസ്രായേലിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. യാക്കോബിന് കിട്ടിയ പേരാണ്, ആ പേരിലാണ് രാജ്യം അറിയപ്പെടുന്നത് അല്ലേ? ആ പേരിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ഇവന്റെ മേൽ യഹോവയുടെ ദൃഷ്ടി, അത്യുന്നതന്റെ ദൃഷ്ടി എപ്പോഴും പതിഞ്ഞിരിക്കുക, ഇങ്ങനെ ഉറ്റുനോക്കിയിരിക്കുക. സ്തോത്രം. അതാണ് ആ പേരിന്റെ അർത്ഥം. Praise the Lord. ആ യാക്കോബ് എന്നുള്ളതാണ് ഇംഗ്ലീഷ് വന്നപ്പോ ജേക്കബ് എന്നായിരുന്നു. ജേക്കബ് നല്ല പേരാണ്, പക്ഷെ ഇംഗ്ലീഷിൽ അതിന് അർത്ഥമില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. മനസ്സിലാകുന്നുണ്ടോ? ഞാനതാ ഇംഗ്ലീഷ് ഭാഷ മോശമാണെന്ന് കാണിക്കാനായിട്ടല്ല, അങ്ങനൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. മൂലഭാഷയിൽ നിന്നും നമ്മുടെ ഇതര ഭാഷകളിലേക്ക് വന്നപ്പോൾ എവിടെയൊക്കെയാണ് ഇതിന്റെ അർത്ഥതലങ്ങൾ ചോർന്നു പോയത്, അത് ചൂണ്ടിക്കാണിക്കാനായിട്ട്. അല്ലാതെ ഭാഷ മോശമായിട്ടൊന്നുമില്ല. ഞാനും ഇടയ്ക്ക് തെറ്റാണെങ്കിലും ഇംഗ്ലീഷൊക്കെ ഞാനും പറയുന്നില്ലേ. അപ്പൊ ഭാഷ ഞാൻ അവഗണിച്ചൊന്നും പറഞ്ഞല്ല, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ പറയുന്ന ട്രാക്കിലൂടെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് വരാവൂ കേട്ടോ. ഓക്കെ, നമുക്ക് ഇപ്പം ഇംഗ്ലീഷ് ഭാഷ ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അത്യാവശ്യമാണ്. ഞാൻ മടങ്ങി വരുന്നത് കണ്ടോ? അപ്പോൾ ഈ ആ ഒരൊറ്റ പേര് യാക്കോബ് എന്നുള്ളത് 3 സിലബിൾ അതിനകത്ത് വന്നു. നോക്കൂ, ആ പേര് ദൈവം മാറ്റി. പക്ഷെ നമ്മുടെ കേട്ടുകഴിവനുസരിച്ച് ഇസ്രായേൽ ദൈവത്തിന്റെ പ്രഭു. ഏത് ഈശ്വരക്കകത്ത് അങ്ങനെയുള്ള ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രഭുവാണ്, നമ്മൾ ഉണ്ടാക്കിയതിനകത്ത്. പക്ഷെ അതല്ലല്ലോ ഈ ഭാഷയുടെ അർത്ഥം. ഞാൻ പറഞ്ഞത് ബോധ്യമാണെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ജനിച്ച സമയം മുതൽ ദൈവാശ്രയമുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ, ദൈവഭക്തൻ, നീതിമാൻ, നിരവധി സാക്ഷ്യം ലഭിച്ച ഭക്തനായൊരു മനുഷ്യൻ. ആ സൗണ്ട് പറഞ്ഞേ, നിലവിളിക്കുമ്പോൾ ആകരുത്. ഇയ്യോബ് എന്ന് നമ്മൾ പറയും. അർത്ഥം എന്നറിയാമോ? ഇവൻ ശത്രു. ആരുടെ?
പിശാചിന്റെ. അതെന്താ? ഇവനെപ്പോഴും ദൈവസന്നിധിയിൽ ചെന്ന് ഇയ്യോബിനെതിരെ കുറ്റം പറയുക. 24 മണിക്കൂർ പിശാചിന്റെ ജോലി അതാണല്ലോ. ദൈവസന്നിധിയിൽ ചെന്ന് ദൈവമക്കളെ കുറിച്ച് കുറ്റം പറയാന്നുള്ളതല്ലേ. കാലത്തും വേട്ടി ചെന്ന് പറയാത്തതൊന്നുമില്ല, പക്ഷെ അതൊന്നും അവിടെ ഏക്കുന്നില്ല. സ്തോത്രം. കണ്ടോ? ആ പേരിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവൻ ശത്രുവാണ്. ആര്? ഇയ്യോബ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു അതല്ല. ഇംഗ്ലീഷിലേക്ക് വന്നപ്പോ അതിന്റെ പേര് ജോബ് എന്നായി. നിങ്ങൾ ഇംഗ്ലീഷ് എടുത്ത് ജോബിന്റെ അർത്ഥം ഒന്ന് നോക്കണം. നമ്മൾ പറയല്ലേ ജോബ് വേക്കൻസി ഒന്നും ഇല്ലെന്ന്. കണ്ട അർത്ഥം പോയി പോക്ക് കണ്ടോ? തെറ്റായിട്ടല്ല. ഞാൻ മുൻപ് ഓർപ്പിച്ചിട്ടുണ്ട്, വില്യം ടിൻഡെയിൽ താൻ്റെ പരിഭാഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇംഗ്ലീഷ് ഭാഷ അതിന്റെ ഏറ്റവും ശൈശവ ദശ നിൽക്കുന്ന ഒരു ടൈമാണ്. ആ ഭാഷ അത് ജനിച്ചത് അത് ശൈശവ ദശ എന്ന് വളരാൻ തുടങ്ങുന്ന ഒരു ടൈം. അതുകൊണ്ടാണ് അന്ന് പഴയ ഇംഗ്ലീഷ്, അത് ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട് ഈ കാര്യം, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ആ പണ്ടത്തെ ഇംഗ്ലീഷിന്റെ അകത്ത് വോൾഗർ എന്ന പദം ഉപയോഗിച്ചാൽ പോപ്പുലർ എന്നായിരുന്നു അർത്ഥം. ഭയങ്കര വൾഗർ ആയതെന്ന് പറഞ്ഞ അർത്ഥം പോപ്പുലർ ആയതെന്നാണ്. ഇന്ന് വൾഗർ എന്ന് പറഞ്ഞാൽ അർത്ഥം തീർന്നില്ലേ. ഭാഷ കൊണ്ട് വ്യത്യാസം ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഓർപ്പിച്ചതേ ഉള്ളൂ. ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. ഓരോ പേരും അതിന്റെ മൂലപദത്തിൽ നിന്നും ഭാഷയിൽ നിന്നും നമ്മുടെ ഭാഷകളിലേക്ക് വന്നപ്പോൾ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളും അർത്ഥത്തിലും ഒക്കെ വന്നു ഭവിച്ചു ചൂണ്ടിക്കാണിക്കാൻ ഇതെല്ലാം ഓർപ്പിച്ചത്. ആണ്ടെ മറ്റൊരാൾ. അപ്പനാരാണെന്ന് അറിയത്തില്ല, അമ്മ ആരാണെന്ന് അറിയത്തില്ല, വീട്ടുപേരറിയത്തില്ല, ആധാർ കാർഡും ഇല്ല, വോട്ടേഴ്സ് ലിസ്റ്റിലും പേരില്ല. പക്ഷെ തീപ്പൊരി ശുശ്രൂഷ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഗിലെയാദിലെ തിസ്ബ എന്നുള്ള തിസ്ബനായാലും അത്ര മാത്രമേ ഉള്ളൂ. ഏലിയാവിനെ കുറിച്ച് പറയുമ്പോൾ വേറെന്തല്ലോ 17:1 നമ്മൾ അങ്ങനെയല്ലേ കാണുന്നത്. രാജാക്കന്മാർ 1-ാം പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഗിലെയാദിലെ തിസ്ബയിൽ നിന്നുള്ള തിസ്ബനായ ഏലിയാവ്. സ്തോത്രം. ദൈവത്തിന്റെ പ്രവാചകന പ്രാർത്ഥിച്ച് തീ ഇറക്കിയവൻ. നമ്മളങ്ങനെ ഇന്നത്തെ കാലത്താണെങ്കിൽ ആ ഏലിയാവിനെ അവതരിപ്പിക്കുന്ന രീതി, കർത്താവിന്റെ ശ്രേഷ്ഠ ദാസൻ ഗിലെയാദിൽ മാത്രമല്ല ഈ പലസ്തീൻ നാടിന്റെ വിവിധ മേഖലകളിലും ഈ ഗലീല സെന്ററിലും പിന്നെന്താണ് ഈ നസ്രത്ത് റീജിയണിലും പിന്നെ ഈ സ്റ്റേറ്റിലും ഈ പിന്നെ വിദേശ രാജ്യത്തും എന്നെല്ലാം പറഞ്ഞ കൊണ്ടുപോയൻ കർത്താവദാസനെ ദൈവം അത്ഭുതമായിട്ട് ഉപയോഗിക്കുന്ന പറഞ്ഞ കാര്യം അത്രയും പറഞ്ഞാൽ മതി. വിവിധ രാജ്യങ്ങളിൽ ദൈവത്തിന് കർത്താവിന്റെ പേരുടെ ബന്ധത്തിൽ ദൈവത്തെ അനുഭവിക്കപ്പെടുന്ന ശ്രേഷ്ഠനായ ദൈവദാസൻ അത്രയും പറഞ്ഞാൽ മതി. ശ്രേഷ്ഠനോട് പറഞ്ഞപ്പോൾ എനിക്ക് അത്ര വലിയ യോജിപ്പൊന്നുമില്ല. കാരണം ദാസനെ എത്ര ശ്രമിച്ചാലും ശ്രേഷ്ഠനാകുമോ? പറഞ്ഞാലും ശ്രേഷ്ഠ, അടുത്ത പദം പറഞ്ഞ എങ്ങനെയാ? ദാസൻ. ശ്രേഷ്ഠ എന്ന് പറഞ്ഞിട്ട് അടുത്ത പദം പറയുന്നത് ദാസൻ എന്നല്ലേ. അതുകൊണ്ട് കുഴപ്പമില്ല. ശ്രേഷ്ഠനായാലും ദാസൻ തന്നെ ആയതുകൊണ്ട് ഞാൻ ആ ടൗൺ തിരുത്താൻ നോക്കിയാൽ നടക്കിയെന്ന് എനിക്കറിയാം. ഉലവുള്ള കാലത്തോളം, മലയാളം ഉള്ളത്ര കാലത്തോളം, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരുടെ കാലത്തോളം അതൊന്നും തിരുത്തപ്പെടാൻ പോകുന്നില്ല. എങ്കിലും ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഗിലെയാദിലെ തിസ്ബ എന്നുള്ള തിസ്ബനായ ഏലിയാവ്. പദം നോക്കിക്കേ. ഏലിയാഹു. ഏൽ ഉന്നതനായ ദൈവം. ഏൽ എന്ന് പറഞ്ഞാൽ ഏൽ ഈ എന്ന് പറഞ്ഞാൽ എന്റെ ഉന്നതനായ ദൈവം. അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഏൽ എന്ന് മാത്രം പറഞ്ഞാൽ ഉന്നതനായ ദൈവം. ഏൽ ഈ എന്നായാൽ എന്റെ ഉന്നതനായ ദൈവം എന്നാണ് അർത്ഥം. ആര്? യാഹൂ എന്ന് പറഞ്ഞാൽ സകലത്തെയും സൃഷ്ടിച്ചവൻ. കണ്ടോ? സകലത്തെയും സൃഷ്ടിച്ചവനാണ് എന്റെ ഉന്നതനായ ദൈവം.
പേര് കണ്ടോ? എലിയാഹു. എന്റെ ഉന്നതനായ ദൈവം ആരാണ്? യാഹു, സകലത്തെയും സൃഷ്ടിച്ചവൻ. കണ്ടോ? നിരാശപ്പെട്ട് ഇവിടെ കൊണ്ട് മുഴുവൻ അവസാനിപ്പിച്ചേക്കാം എന്ന് ചിന്തിച്ച് വിഷണ്ണനായി എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ കിടക്കുമ്പോ ദൂതൻ വന്ന് വിളിക്കുകയാണ്, എലിയാഹു. നമ്മൾ അതിനെ കൊടുക്കുന്ന വ്യാഖ്യാനം കേട്ടാൽ, ഏലിയാവേ നിനക്കിവിടെ എന്ത് കാര്യം എന്ന് പറഞ്ഞ് ദൂതൻ അവനെ തട്ടി എഴുന്നേൽപ്പിച്ചു. ഉറങ്ങുന്ന നിന്നെ തട്ടി ഉണർത്താൻ ദൂതൻ അറിയാമെന്ന് പറഞ്ഞ് പിന്നെ തട്ടായിരിക്കും മുഴുവൻ. തട്ടിക്കോ തട്ടണമെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ അവിടുത്തെ ആ പ്രയോഗം നിങ്ങൾ മനസ്സിലാക്കണം. നിരാശനായി കിടക്കുന്നവനോട് ദൈവം ചോദിക്കുകയാണ്, എലിയാഹു, മോനെ നിന്റെ പേര് എലിയാഹു എന്നല്ലേ? എന്റെ ഉന്നതനായ ദൈവം ആരാണ്? സകലത്തെയും സൃഷ്ടിച്ചവൻ എന്നല്ലേ പേരിന്റെ അർത്ഥം? എന്തിനാ മോനെ നീ നിരാശപ്പെടുന്നത്? എന്തിനാ നീ തളരുന്നത്? എന്തിനാണ് നീ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ കുഴയുന്നത്? മോനെ എഴുന്നേക്കടാ, നിനക്ക് ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് മോനെ. ഇതൊന്നും ഫിനിഷിംഗ് പോയിന്റ് അല്ലടാ. ചാടി എഴുന്നേക്ക്. എലിയാഹു, ഏൽ അത്യുന്നതൻ, എലി എന്റെ ഉന്നതനായ ദൈവം ആരാണ്? യാഹു, സർവ്വത സൃഷ്ടിച്ച സർവശക്തൻ എന്നല്ലേ പേര്. എന്തിനാ മോനെ തളരുന്നത്? എഴുന്നേക്കടാ, നിനക്ക് ഇനിയും ദൂരയാത്രയുണ്ട്. ഞാൻ നിന്റെ കൂടെ കാണും, മറക്കരുത്. എലിയാഹു. കണ്ടോ? വീണ്ടും ചാടി എഴുന്നേറ്റു. അത് ഇംഗ്ലീഷുകാർ പരിഭാഷപ്പെടുത്തുന്നത് എലൈജ. അർത്ഥം നിങ്ങള് ഈ വേദപുസ്തകത്തിന്റെ കൺഫ്രണ്ടേഷൻ നിങ്ങൾ എപ്പോഴെങ്കിലും പഠിക്കാൻ ശ്രമിക്കും, നല്ലതാണ്. ആ വിഷയം നല്ല അറിവുള്ള ആളുകൂടെ അത് ചോദിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് ഇംഗ്ലീഷിലേക്ക് വന്ന മുഴുവൻ കുറ്റമായി പോയെന്നാണോ പാസ്റ്റർ പറഞ്ഞത്? നോ, അങ്ങനല്ല. ആ സെൻസ് നിങ്ങൾ എടുക്കരുത്. അതേ അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പരിഭാഷകളിലേക്ക് മാറി മാറി വരുമ്പോൾ ആ മൂലപദത്തിൽ നിന്ന് ആശയങ്ങൾ ചോർച്ച ഉണ്ടായി പോകുന്ന രീതി മനസ്സിലാക്കാൻ ഞാൻ ആ പേരുകൾ എടുത്ത് കാണിച്ചെന്നുള്ളൂ. അല്ലാതെ ഇംഗ്ലീഷിലേക്ക് വന്ന പേര് അങ്ങനെയാണ് പറഞ്ഞത്, മേലാൽ ഉച്ചരിക്കാൻ മേലൊന്നും അല്ല ഞാൻ പറഞ്ഞേ. അങ്ങനെ ചിന്തിക്കരുത്, ആശയത്തിലല്ല. സ്തോത്രം. കണ്ടോ? ആ സകലതും നിരാശയിലായി ഏലിയാവ് അവിടെ പോയി കിടക്കുമ്പം പതുക്കെ ദൂതം വന്ന് വിളിക്കുക, എലിയാഹു. കണ്ണൂർ നോക്കി അന്തം വിട്ടുപോയി. ഒരിക്കലും പ്രതീക്ഷയില്ല. ദൈവം തന്നോട് പറയുക, എല്ലാവരും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. ഏലിയാവിന്റെ ശിരസ് മുതൽ നഖം വരെ ഒരു ദൈവശക്തി വ്യാപരിക്കത് കേട്ടപ്പോ ക്ഷീണിച്ച തളർന്ന ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ ത്രാണിയില്ലാതെ നിൽക്കുന്ന ഏലിയാവിനോട് പറയും, എന്തിനാ മോനെ നിരാശപ്പെടുന്നത്? സകലത്തെ സൃഷ്ടിച്ച അത്യുന്നതനല്ലേ എന്റെ ദൈവം എന്നല്ലേ നിന്റെ പേരിന്റെ അർത്ഥം? സ്തോത്രം. ഞാൻ പറയാറുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല അർത്ഥമുള്ള പേരൊക്കെ ഇടണം. ഇറ്റ പേര് നിങ്ങൾ മാറ്റവും ചെയ്യണ്ട, അതല്ല ഞാൻ പറഞ്ഞു. സ്തോത്രം. കുറച്ചുകൂടെ ഒക്കെ വേദോസ്വട്ട് അടുത്ത് നിൽക്കുന്ന പേരുള്ളത് നല്ലതാണ്. നമ്മുടെ പിതാക്കന്മാർക്കൊന്നും അങ്ങനെ തിരിച്ചറിവ് ഉണ്ടാകാതെ പോയിട്ടുണ്ട്. അവർക്ക് അറിയാവുന്ന പേരുകൾ കിട്ടുന്നുള്ള പേരിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ കുറച്ചുകൂടി ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു സന്തോഷം. അതിന്റെ ആ സന്തോഷത്തെ ഞാൻ പറഞ്ഞ ഉപദേശമൊന്നും അല്ലേ,
അത് ഇത് കഴിഞ്ഞ അവിടെ എനിക്ക് മെസ്സേജ് അയക്കരുത്, അങ്ങനെ എവിടാ പറഞ്ഞിരിക്കുന്നത്, റെഫറൻസ് തന്നെ പറഞ്ഞ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യരുത്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. കുറച്ചുകൂടെ ഈ വേദോസ്തത്തിലെ പേരുകൾ പോലെ അർത്ഥമായിട്ട് കണ്ടാൽ, ഞാൻ എന്റെ മോളോട് പറയും പേര് പോലെ തന്നെ ആയിരിക്കും. മോളുടെ പേര് പ്രൈസ് എന്ന്. ഒരു പേരിക്കുന്ന ഭൂമിയിൽ എനിക്ക് മാത്രമേ ഉള്ളൂ ഈ സ്വന്തം മോക്ക് പേരിടുമ്പോ അപ്പൻ അറിയാതെ പോകും. എന്റെ കുഞ്ഞിന് പേരിട്ടോ ഞാൻ അറിഞ്ഞില്ല. സ്തോത്രം. ഞാൻ പാലക്കാട് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് കൊച്ചിന്റെ പേരിലൊക്കെ കഴിഞ്ഞു. ഇതൊരു സ്നേഹനായ ദേവദാസൻ, ഹീസ് ഫ്രം ലൈബീരിയ, ലൈബീരിയയിൽ നിന്ന് ജോഷുവ ടോം ടേണർ എന്ന് പറയുന്ന വളരെ ശക്തമായ ദൈവത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസൻ, ജോഷുവ ടോം ടേണർ. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്കിന് അദ്ദേഹം കൊച്ചിനെ കയ്യിലിട്ട് പ്രാർത്ഥിച്ച് പുള്ളി തന്നെ അങ്ങ് പേരിട്ട് പ്രൈസ് എന്ന്. ഞാൻ വന്നപ്പോ വൈഫിനോട് പറഞ്ഞു കൊച്ചിന്റെ പേരിടെല്ലാം കഴിഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മളാണെങ്കിൽ കൊച്ചിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ മാമോദീസ എന്ന പേരില്ലെന്ന് മാത്രമുള്ളൂ, ബാക്കി എല്ലാ ചടങ്ങും ഉണ്ട്. അളിയന്മാരെയും എല്ലാരെയും വിളിച്ചു വരുത്തി അതൊരു പിന്നെ ഒരു ആഘോഷമാക്കി. ഈ വേർപെട്ട ദൈവമക്കളെന്ന് പറഞ്ഞ നമ്മുടെ ഉള്ള പോലത്തെ അനാചാരങ്ങൾ വേറെ എങ്ങും ഇല്ലല്ലോ. സ്തോത്രം. അപ്പോട്ടെ, നമ്മുടെ ടോപ്പിക് അതല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങോട്ട് ഒത്തിരി പോകുന്നില്ല. അത് നമുക്ക് പിന്നെ എപ്പോഴേലും വേറെ വിഷയം പഠിക്കുമ്പോൾ വെറുതെ എന്തിനാ വല്ലപ്പോഴും ക്ലാസ്സിനകത്ത് വരുന്നവരെ കൂടെ ഞാൻ ഈ ആവശ്യമില്ലാത്തത് പറഞ്ഞു കേൾപ്പിക്കുന്നില്ല. ഞാൻ മടങ്ങി വരുന്നത് കണ്ടോ. നിരാശനായി കിടന്ന ഏലിയാവിനോട് ദൈവം പറയാണ്, മാ ലഖ പോ എലിയാഹു. മോനെ ഏലിയാവേ, നിന്റെ പേര് എലിയാഹു എന്നല്ലേ? സകലത്തെ സൃഷ്ടിച്ച അത്യുന്നതനായ ദൈവമാണ്, ഉന്നതനായ ദൈവമാണ് എന്റെ ദൈവം എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നീ ഉറത്ത് ചുരുണ്ടുകൂടി കിടക്കേണ്ടവനല്ല, ഒരു ലിമിറ്റഡ് ഏരിയയിൽ ഒതുങ്ങേണ്ടവനല്ല. നീ ദൈവത്തിന്റെ പ്രതിനിധിയായി നിന്ന് ജീവനുള്ള ദൈവത്തെ ലോകത്തിന് പ്രദർശിപ്പിക്കേണ്ടവന് നിനക്ക് ഇനിയും യാത്രയുണ്ട്. ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഓരോ പേര് പോലും പരിഭാഷയുടെ ആ കർത്തവ്യം നിർവഹിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് മാറിപ്പോകുമ്പോൾ പോലും വലിയ അപകടമുണ്ടാക്കുന്നു എന്ന് മാത്രം സൂചിപ്പിക്കാനാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചല്ലോ ഈ എബ്രായ ഭാഷയുടെ അക്ഷരത്തിന്റെ പ്രത്യേകത. അതിന്റെ ഒരക്ഷരത്തിന് സർഫസ് ലെവലിൽ 4 അർത്ഥവും ഡീപ്പർ ലെവലിൽ 70 അർത്ഥങ്ങൾ ഉണ്ടെന്ന് ഞാൻ ഓർപ്പിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അല്ലേ? സർഫസ് ലെവലിൽ 4 അർത്ഥം എന്ന് പറഞ്ഞാൽ ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ്. അപ്പൊ നിങ്ങൾക്ക് ന്യായമായിട്ട് സംശയം തോന്നും, ഈ 4 അർത്ഥവും വരേണ്ട കാര്യം എന്നാ? പറയാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ ചോദിക്കട്ടെ. പ്രപഞ്ചത്തിന് എത്ര കോണുണ്ട്? 4. കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും. അതെന്തിനാ? ഈ 4 കോണിൽ നോക്കിയെങ്കിൽ മാത്രമേ ഇതിനെ ഒറിജിനൽ എങ്ങനെ ഇരിക്കുന്നെന്ന് അറിയാൻ പറ്റൂ. ഉള്ളതുപോലെ കാണണമെന്നുണ്ടെങ്കിൽ 4 സൈഡിൽ നോക്കണം. സ്തോത്രം. ക്ലിയർ ആയോ? അതുപോലാണ് ഇതും. 4 സൈഡിൽ. എന്തിനാ 4 സുവിശേഷം നമുക്ക് തന്നിരിക്കുന്നത്? ആ 4 സുവിശേഷം കൂടെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ പിക്ചർ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. മനസ്സിലാക്കുന്നുണ്ടോ? 4 സുവിശേഷം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ 4 സുവിശേഷത്തിലൂടെയും നോക്കുമ്പോഴാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ യഥാർത്ഥമായ പിക്ചർ നമുക്ക് കിട്ടുന്നത്. 4 പേരും 4 പെർസ്പെക്റ്റീവിൽ, 4 വീക്ഷണഗതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്, അല്ലേ? 4 പേരും 4 കൂട്ടർക്കാണ് എഴുതിയത്. നിങ്ങൾക്ക് അതറിയാമല്ലോ. ആ 4 കൂടെ ക്രോഡീകരിച്ച് വരുമ്പോഴാണ് സുവിശേഷത്തിന്റെ ശരിയായുള്ള അന്തസ്സത്ത നമുക്ക് കിട്ടുന്നത്. മത്തായി എഴുതിയപ്പോൾ യഹൂദന്മാരെ ഫോക്കസ് ചെയ്ത് എഴുതി. മാർക്കോസ് എഴുതിയപ്പോൾ റോമാക്കാരെ ഫോക്കസ് ചെയ്ത് എഴുതി. ലൂക്കോസ് യഹൂദനെ റോമാക്കാർക്ക് വേണ്ടിയല്ല, ഫോർ ജെന്റൈൽസ്, ഫോർ ഹീദൻ പീപ്പിൾ, അവരെ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതി. യോഹന്നാൻ ഇവരെ 3 പേരെയും വിട്ടിട്ട് കണ്ടോ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ഫോക്കസ് ചെയ്ത് യോഹന്നാന്റെ എഴുത്തുകൾ പോകുന്നു. 4 കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് ശരിയായ സുവിശേഷത്തിന്റെ പിക്ചർ കിട്ടുക. അവരുടെ രചനയിലും പ്രയോഗത്തിലും ഒക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ ആ 4 കൂടെ ചേർത്തെങ്കിലേ കിട്ടൂ എന്ന് പറഞ്ഞതുപോലെ ഓരോ അക്ഷരത്തിന്റെയും ഈ 4 വീക്ഷണഗതി
അർത്ഥം മനസ്സിലാക്കാൻ വളരെ അത്യന്താപേക്ഷിതമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ നമുക്കൊരു വാക്കിന്റെ അർത്ഥം കിട്ടാതെ വരുമ്പോൾ കിട്ടിയ അർത്ഥം വെച്ചുകൊണ്ട് നമ്മൾ ആ കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കും. അതിനകത്ത് തെറ്റൊന്നുമില്ല, അല്ലേ? അപ്പോഴത്തെ ആ സാഹചര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമം നടത്തും. വെരി ഗുഡ്. ഞാനൊരു കാര്യം പറയാം. പ്രത്യേകിച്ച് നമ്മുടെ ദൈവവചന പഠനത്തിൽ നമ്മൾ ഓരോ കാര്യവും അറിഞ്ഞറിഞ്ഞ് വരും തോറും നമുക്കുള്ള നോളജിന്റെ ഒരു പ്രത്യേകത നമ്മൾ അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ നോളജിന്, അറിവിന് നിങ്ങൾ അല്പം ഗൗരവത്തോടും അല്പം എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങൾ അത് തെറ്റിദ്ധരിക്കും ചെയ്യരുത്. ഈ നോളജിന്റെ 2 ലെവൽസ് നിങ്ങൾ അറിയണം. ഒന്ന്, നോളജ് എപ്പോഴും അതിന്റെ അപ്ഡേഷൻ ലെവലുണ്ട്, കറക്ഷൻ ലെവലും ഉണ്ട്. ഒന്നുകൂടെ പറയാം. നോളജിന് അതിന്റെ അപ്ഡേഷൻ ലെവലും ഉണ്ട്, കറക്ഷൻ ലെവലും ഉണ്ട്. നോളജ് എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും, അല്ലേ? മുമ്പ് എല്ലാവരും പറയായിരുന്നു വെളിച്ചെണ്ണ തൊട്ടുപോകരുത്, കൊളസ്ട്രോൾ കൂട്ടുന്നു, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നു എന്നായിരുന്നു മുമ്പ് പറഞ്ഞത്. അതിനൊരു അപ്ഡേഷൻ ഉണ്ടായി. അപ്ഡേഷൻ ഉണ്ടായപ്പോൾ അതിന്റെ കറക്ഷൻ ലെവലും ഉണ്ടായി. ഇപ്പോൾ പറയുന്നത് ഡെയിലി 1 സ്പൂൺ വെളിച്ചെണ്ണയെങ്കിലും ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മൾ കുടിക്കണമെന്നാണ് പറയുന്നത്. അറ്റാക്ക് ഉണ്ടാകുന്നു പറഞ്ഞ അതേ ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നു 1 സ്പൂൺ പ്യുവർ വെളിച്ചെണ്ണ കുടിച്ചാൽ ശരീരത്തിന് നല്ലതാണ്. വെളിച്ചെണ്ണ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. മുമ്പ് പറഞ്ഞു വെളിച്ചെണ്ണ കൊളസ്ട്രോൾ കൂട്ടും, അറ്റാക്ക് ഉണ്ടാക്കും. റിസർച്ചുകൾ നടത്തി പഠനം മുന്നോട്ട് പോയി അറിവ് വർദ്ധിച്ചപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്തു, ഒപ്പം അതിന് കറക്ഷനും വരുത്തി. എന്നതുപോലെ നമുക്കുണ്ടാകുന്ന നോളജ് എപ്പോഴും അതിന് അവർ അപ്ഡേഷൻ ലെവലും ഉണ്ട്, കറക്ഷൻ ലെവലും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഒരു ഉദാഹരണം, ഞാൻ ഈ വിഷയം പഠിച്ചപ്പോൾ എന്റെ അധ്യാപകൻ എനിക്ക് പറഞ്ഞത് അതേ ഉദാഹരണം ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരിക. അതൊന്നുകൂടെ എനിക്ക് അതിനെ പറയാൻ കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് ആ വിഷയം അതിലൊന്ന് പതിഞ്ഞ് മനസ്സിലാക്കാൻ സഹായകമാകും എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ആ ഉദാഹരണം മറന്നു പോകാതിരിക്കുമ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. വേറൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഈ നമ്മളെല്ലാം പള്ളിക്കൂടത്തിൽ പഠിച്ച സമയത്ത്, സ്കൂളിൽ പഠിച്ച സമയത്ത് ഈ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ച ആളിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഗലീലിയോ, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, അതിനു മുമ്പ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്താ? ഭൂമി പരന്നതാണ്. അങ്ങനെയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഗലീലിയോ എന്ന മനുഷ്യൻ തന്റെ ഗവേഷണ ഫലമായി തനിക്ക് ബോധ്യമായി ഭൂമി പരന്നതല്ല, ഉരുണ്ടതാണ്. ഞാൻ വേറൊരു കാര്യം പറയാനായിട്ട്, ഭൂമി പരന്നതാണെന്ന് സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴും ഭൂമി എങ്ങനെ കിടക്കുക? ഉരുണ്ട് കിടക്കുക. നമ്മളത് അറിഞ്ഞായിരുന്നോ? ഇല്ല. കാലങ്ങൾ മുന്നോട്ട് ചെന്നു, പഠനങ്ങൾ മുന്നോട്ട് ചെന്നു. അപ്പോഴാണ് അതിനെക്കുറിച്ചുള്ള റിസർച്ച് നടത്തി. ആ റിസർച്ച് നടത്താനുള്ള ഉപകരണങ്ങൾ ഉണ്ടായി. അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്തു, പണം സ്പെൻഡ് ചെയ്തു. അതിന്റെ ഫലമായി ഗലീലിയോയ്ക്ക് മനസ്സിലായി ഭൂമി പരന്നതല്ല, ഉരുണ്ടതാണ്. അത് ഗലീലിയോ ദിവസം ഉരുട്ടിയതാണോ? അല്ല. കുറെ നാളായി പരന്ന് കിടക്കാൻ നമ്മൾ ഉരുട്ടിയേക്കാൻ നോക്കി. പുള്ളി ഒരു സുപ്രാത്തിൽ പുള്ളിക്കാരൻ തന്നെത്താൻ ഉരുട്ടിയതല്ല. പരന്ന് കിടന്നാണെന്നോ നോളജ് അന്ന് ഉണ്ടായിരുന്നുള്ളൂ, അതിന് മുമ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ നമ്മുടെ പിതാക്കന്മാരല്ലാതെ ഒത്തിരി നാൾ മുമ്പുള്ള ആളുകൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഭൂമി പരന്നതാണെന്നാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ സത്യം, ഭൂമി പരന്നതാണ് എന്ന സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴും ഭൂമി അങ്ങനെ തന്നെ കിടക്കുക, ഉരുണ്ട് കിടക്കുക. പക്ഷെ അത് അറിയാനുള്ള അറിവോ ജ്ഞാനമോ അത് മനസ്സിലാക്കാനുള്ള സാഹചര്യമോ അതിനെക്കുറിച്ചുള്ള ഗവേഷണമോ അത് ഗ്രഹിക്കത്തക്ക നിലയുള്ള എക്യുപ്മെന്റ്സോ ഇല്ലാതിരുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കി ഭൂമി പരന്നതാണ്. പക്ഷെ പിന്നീട് പിടികെട്ടി പരന്നതല്ല, ഉരുണ്ടതാണ്. അപ്പൊ സ്കൂൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഭൂമി പരന്നതല്ല, ഭൂമി ഉരുണ്ടതാണെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി.
ക്ലിയർ ആയോ? ഇതാ ഞാൻ പറഞ്ഞത്, നോളജിന് അപ്ഡേഷൻ ലെവലും ഉണ്ട്, കറക്ഷൻ ലെവലും ഉണ്ട്. അതോ പണ്ട് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചത് ഭൂമി പരന്നതായതുകൊണ്ട് ഇന്നും ഞങ്ങൾ പഠിപ്പിക്കുന്ന ഭൂമി പരന്ന് തന്നെ കിടക്കുന്നു എന്ന് പഠിപ്പിച്ചാൽ ആ സ്കൂളിൽ ആള് കാണുമോ ഇല്ലയോ എന്ന് ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി. അത് ഭൂമിയുടെ കുഴപ്പം കൊണ്ടല്ല, ഭൂമി ഉരുണ്ടേറ്റം കുഴപ്പം കൊണ്ടല്ല. പഠിപ്പിക്കുന്നത് ഭൂമി പരന്നാണെന്നായതുകൊണ്ടാണ് ആ സ്കൂളിൽ കുട്ടികളില്ലാത്തത്. പിന്നെ ഞാൻ എന്തിനാ ഉദാഹരണം എന്നറിയാമോ? ഏതെങ്കിലും സ്കൂളിൽ കുട്ടികൾ കുറവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ പഠിപ്പിക്കുന്നതെന്ന് റിസർച്ച് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. ഈ പ്രവാചകന്മാരെല്ലാം പറഞ്ഞതുപോലെ ഞാനും പറയാ, മനസ്സിലാക്കിയവർക്കായി സ്തോത്രം, അല്ലാത്തവർക്ക് സ്തോത്രം ഇല്ല. നമ്മുടെ ഇടയിൽ ഇപ്പൊ പുതിയൊരു ഒരു ശൈലിയാണല്ലോ, മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, അല്ലാത്തൊരു മിഴുക്കസിയാതിരുന്നോട്ടുന്നു. ഓക്കെ, എനിക്ക് അതായത് അത്ര ആശയം അത്ര യോജിപ്പൊന്നുള്ള ആളല്ലാത്തത് കൊണ്ട് നമുക്ക് സ്തോത്രം കർത്താവിന് മാത്രം കൊടുത്താൽ മതിയല്ലോ. ഞാൻ പറഞ്ഞതേ, നമ്മുടെ നോളജിന് അബ്ജക്ഷൻ ലെവലും ഉണ്ട്, കറക്ഷൻ ലെവലും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതോ ഞാൻ മുമ്പ് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ ഗലിയിലേക്ക് മുമ്പുള്ള പിതാക്കന്മാർ പറഞ്ഞതനുസരിച്ച് ഭൂമി പ്രിയരെ പരന്ന് തന്നെ കിടക്കുന്നു, ഉരുണ്ടതല്ല എന്നാണോ പറയേണ്ടത്? മുൻപ് അങ്ങനെ ഗ്രഹിച്ചെങ്കിൽ കാര്യം വ്യക്തമായപ്പോൾ ഭൂമി പരന്നതല്ല ഉരുണ്ടതാണെന്ന് മനസ്സിലായതുപോലെ ഞാൻ ചോദിക്കട്ടെ, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ച സയൻസും നമ്മൾ സ്കൂളിൽ പഠിച്ച കണക്കുമാണോ ഇന്നത്തെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്? അല്ല. എന്റെ പൊന്നെ, ഒരു രക്ഷയില്ല. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ച കണക്കാണെന്ന് ഓർത്ത് പിള്ളേർക്കൊന്ന് പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാൽ പുസ്തകം നോക്കി നിൽക്കുകയല്ലാതെ ഒരു പിടി കിട്ടുകയില്ല. അന്നത്തെ കണക്കല്ല, അന്നത്തെ സയൻസ് അല്ല, അന്നത്തെ ബയോളജി അല്ല, അന്നത്തെ ഫിസിക്സും അല്ല ഇന്ന് പഠിപ്പിക്കുന്നത്. പഠനങ്ങൾ മുന്നോട്ട് പോകും തോറും സ്കൂളിലെ സിലബസുകൾ നോളജിനനുസരിച്ച് അപ്ഡേഷൻ ഉണ്ടായി, കറക്ഷൻ ഉണ്ടായി, സിലബസ് മാറിക്കൊണ്ടിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അന്നത്തെ സയൻസ് അല്ല ഇന്ന് പഠിപ്പിക്കുന്നതെങ്കിൽ, അന്നത്തെ കണക്കല്ല ഇന്ന് പഠിപ്പിക്കുന്നതെങ്കിൽ, അന്നത്തെ ബയോളജി അല്ല ഇന്ന് പഠിപ്പിക്കുന്നെങ്കിൽ പണ്ടത്തെ നോട്ട് വെച്ചോണ്ട് വേണോ ഇന്നും പ്രസംഗിക്കാൻ? നമ്മുടെ അപ്പച്ചന്മാര് പഠിപ്പിച്ചതാണെന്നും പറഞ്ഞ് നമ്മൾ അത് വെച്ചോണ്ട് വേണോ ഇപ്പോഴും പറയാൻ? അപ്പൊ നിങ്ങൾ വിചാരിക്കും അന്ന് പറഞ്ഞവരല്ല മോശക്കാരാണെന്ന്. നെവർ നെവർ നെവർ. അവരുടെ നെൽവട്ടത്ത് പോലും നിൽക്കാൻ നമുക്ക് യോഗ്യതയില്ല. അവരൊക്കെ അത്ര ശ്രേഷ്ഠരായ ദേവദാസന്മാർ. പക്ഷേ അവർ യാക്കോബ് എന്ന് പറഞ്ഞാൽ ഉപ എന്നാണെന്നും ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രഭുവാണെന്ന് പറഞ്ഞ് അന്ന് നമ്മൾ കൈയടിച്ചെങ്കിൽ കുറെ കൂടെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ദൈവം നൽകിയപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രഭു എന്നല്ല എന്നും എന്ന വാക്കിന്റെ അർത്ഥം, യഥാർത്ഥ അർത്ഥം ഇന്നതാണെന്നും ബോധ്യമായപ്പോൾ നമ്മുടെ നോളജിന് ഒരു അപ്ഡേഷൻ ഉണ്ടാകണം. മുൻപ് പഠിച്ചതിന് വ്യത്യസ്തമായ കറക്ഷനും ഉണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അവരെ ആരും തിരസ്കരിക്കരുത്, അവരെ ആരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ആർക്കും അധികാരമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പലരും അക്ഷരം പഠിച്ചത് സ്ലേറ്റിൽ എഴുതിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശ്യാംബദർ സ്ലേറ്റിൽ എഴുതിയാണോ അതോ നിലത്തെഴുത്തിലാണോ പഠിച്ചത്? ഞാൻ ചോദിക്കൊരു പക്ഷെ എനിക്ക് തോന്നുന്നു നിലത്തെഴുത്തായിരിക്കാൻ സാധ്യത. ഞാനും അങ്ങനെ പഠിച്ചേ. ഞങ്ങൾക്ക് ഒരു ആശാൻ പരിപാടി കണ്ടോ, സോളി സിസ്റ്റർ ഒന്നും വിട്ടുകൊടുക്കല്ലേ, ഞങ്ങളും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. നമ്മുടെ കയ്യെ പിടിച്ചിങ്ങനെ അക്ഷരം എഴുതുകയായിരുന്നല്ലേ. ആ നിലത്തെഴുത്ത് പഠിപ്പിച്ച ആ ആശാന്മാരോടും ആശാട്ടിമാരോടും അമ്മച്ചിമാരോടും അപ്പച്ചന്മാരോടൊക്കെ നമുക്ക് എന്ത് സ്നേഹവും ബഹുമാനമാണ് അല്ലേ? എന്നെ അത് പഠിപ്പിച്ച ആശാൻ മരിച്ചിട്ട് അധികം നാളായില്ല, ഒത്തിരി പ്രായം വരച്ചിട്ട് മരിച്ചത്. ഞാൻ പറയാണ്,
എന്റെ കൈ പിടിച്ചെന്നെ അക്ഷരം പഠിപ്പിച്ച എന്റെ ആശാനോടുള്ള ബഹുമാനാർത്ഥം ഇന്ന് ഞാൻ അരിയിൽ തന്നെ മാത്രമേ അക്ഷരം എഴുതുകയുള്ളൂ. കാരണം എന്നെ അക്ഷരം പഠിപ്പിച്ച എന്റെ ആശാൻ ഞാൻ തന്നെ എഴുതരുത്, എന്റെ കൈ പിടിച്ച് എന്നെ അക്ഷരം പഠിപ്പിച്ചതാണ്. ആ ആശാൻ പഠിപ്പിച്ചതിന്റെ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ഇന്ന് ഞാൻ നിലത്ത് അക്ഷരം ഇങ്ങനെ കൈവല്ലുകൊണ്ട് എഴുതുന്നു. ഞാൻ മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഏത് നിലയിൽ കാണും? മനസ്സിലായില്ലല്ലേ? നമുക്ക് പറഞ്ഞ കുഴപ്പം, അയ്യോ അവിടെ ഇരിക്കരുത്. നമ്മൾ പിള്ളേരെ LKG-ലോ UKG-ലോ കൊണ്ട് ചേർത്തു, LKG കൊണ്ട് ചേർത്തു. 12 വർഷം കഴിഞ്ഞും അവൻ LKG തന്നെ ഇരിക്കുക. കാരണം എന്റെ മകൻ അവൻ പറഞ്ഞാൽ അനുസരണമുള്ളവന്. ഞാൻ എവിടെ കൊണ്ട് ചേർത്തോ അവിടെ നെടമ്പലം മാറാതെ, ആ ബെഞ്ചിൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അതേ ബെഞ്ചിൽ തന്നെ കഴിഞ്ഞ 12 വർഷമായിരിക്കാൻ ദൈവം എനിക്ക് കൃപ നൽകി, എന്റെ തലമുറയ്ക്ക് കൃപ നൽകി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനല്ല. LKG-ലെ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച് അവിടുന്ന് അടുത്ത ലെവലിലേക്ക്, അവിടുന്ന് അടുത്ത ലെവലിലേക്ക് അങ്ങനെ പോണം. അതോ ഞാൻ മുമ്പേ പറഞ്ഞത് എന്നെ എഴുത്ത് പഠിപ്പിച്ച എന്റെ ആശാനുള്ള ബഹുമാനാർത്ഥം ഇന്ന് ഞാൻ ഇങ്ങനെ നിലത്തെടുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ? നോ. അത് ആ ആശാനോട് കാണിക്കുന്നത് ബഹുമാനമാണോ അപമാനമാണോ? അപമാനമാണ്. ആ കിട്ടിയ പഠനത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പഠിച്ച് 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 PhD ലെവൽ വരെ പഠനം ഉണ്ടെന്നുള്ള കാര്യം അറിയണം. സ്തോത്രം. ഞാൻ എന്തിനാ പറഞ്ഞറിയാമോ? ബൈബിൾ ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആയി പ്രസംഗിക്കരുത്, അപ്ഡേറ്റഡ് ആയിട്ട് പ്രസംഗിക്കാവൂ. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ അറിഞ്ഞു വരുമ്പോൾ, കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ അതിലെ ട്രൂത്ത് നേരെ എബൌട്ട് ആണ്. കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ ഇനി മുന്നോട്ടുള്ള ആശയം നിങ്ങൾ ഇരിക്കുമല്ലോ അല്ലേ? പഠിച്ചു വന്ന പല നേരെ തിരിഞ്ഞു വരാൻ പോകും. അത് ഞാൻ ചോദിച്ചു, അഡ്വാൻസ് ആയിട്ട് ചോദിക്കുന്നു. മുമ്പ് പഠിച്ചത് ഭൂമി പരന്നു കിടക്കുകയാണെന്നാണ്. കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നപ്പോ നോളജ് അപ്ഡേറ്റഡ് ആയപ്പോൾ പരന്നു കിടന്ന് എങ്ങനെയായി? ഉരുണ്ടതായി എന്ന് പറഞ്ഞതുപോലെ വചനം നാം പഠിച്ചതിന്റെ ശരിയായ ദിശയിലേക്ക് വരുമ്പോൾ, ഞാൻ ഏതായാലും ഇങ്ങനെ ഒരു ചോദ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുറഞ്ഞൊരു 8-10 ക്ലാസ് എങ്കിലും ഇങ്ങനെ കൊണ്ടുപോകണം എന്നാഗ്രഹം. ഈ മറുപടി ആയിട്ട് പോകണമെന്നല്ല, ഇതിനോട് ചേർന്ന് ഞാൻ നിങ്ങളെ അതിന്റെ ആ റൂട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോകാം എന്നാണ് എന്റെ ചിന്ത. അത് കഴിഞ്ഞിട്ട് ദൈവം ആരാണെന്ന് നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. കാരണം ഈ റൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടാകും എന്നെനിക്ക് പരിശുദ്ധാത്മാവ് ഒരു ഉൾപ്രേരണ തന്നതുകൊണ്ട് ഞാൻ ക്ലാസ്സിനെ അങ്ങനെ ഒന്ന് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലാക്കുന്നുണ്ടോ? നോളജ് അപ്ഡേറ്റഡ് ആകുമ്പോൾ, അതിന്റെ കറക്ഷൻ ലെവലിലേക്കൊക്കെ വരുമ്പോൾ പലതും എബൌട്ട് ടേൺ ആയി തിരിയും. അപ്പൊ നമുക്ക് മനസ്സിലായി, കേട്ടാ മുമ്പ് ചിന്തിച്ചതുപോലെ അല്ലല്ലോ. ഞാൻ മുമ്പ് നമ്മുടെ ബേത്ലഹേം ടു മൗണ്ട് ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഈ ഒട്ടകത്തിന്റെ കാര്യം ഓർക്കുന്നുണ്ടോ? ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കൂടെ കിടക്കുന്നത് ഏറെ നല്ലെന്ന് പറഞ്ഞപ്പോൾ എന്റെ പിന്നെ ഞാനും കേട്ടിട്ടുണ്ട് ഒട്ടകത്തെ കുറിച്ച്. ആ ഒട്ടകം, പിന്നെ ആ സൂചിക്കുഴയുടെ വർണ്ണന, അത് യെരുശലേമിലുള്ള മതിലിനകത്തുള്ള ഒരു ചെറിയ സ്ഥലമാണെന്നും അതിന് സൂചിക്കുഴ അതിനകത്ത് ഒട്ടകം കിടക്കുന്നതിനെ കുറിച്ചാണെന്നൊക്കെയാണ് ഞാൻ മുമ്പൊക്കെ കേട്ട വ്യാഖ്യാനം. മൂലഭാഷയിലേക്ക് പോയപ്പോഴല്ലേ. അപ്പൊ ആ ഒട്ടകം അവിടെ കർത്താവ് ഒട്ടകത്തിൽ നിന്നൊരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. കണ്ടോ? അന്ന് ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? എബ്രായ ഭാഷയിൽ 2 പദങ്ങൾ, ഗമലും ഗമാലും. ഗമാൽ ആൻഡ് ഗമൽ. കണ്ടോ? അല്ല, ഗമൽ എന്ന പദം അതിനകത്തുനിന്നാണ് ക്യാമൽ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. ഗമലിനകത്തുനിന്ന് ക്യാം എന്നുള്ള ഇംഗ്ലീഷ് പദം, അത് ഒട്ടകം. കർത്താവ് ചോദിച്ചത് ഗമാൽ എന്ന പദമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാനത് പറഞ്ഞായിരുന്നു. കർത്താവ് ആരോടാണ് സംസാരിക്കുന്നത്? ഏത് സിറ്റുവേഷനാണ് സംസാരിക്കുന്നത്? കേൾക്കുന്നവരാരാണ്? അവരതെങ്ങനെ ഗ്രഹിക്കുന്നു?
എന്തിത്യാദി കാര്യങ്ങൾ അറിയാതെ എടുത്ത് വ്യാഖ്യാനിച്ചു പോകാൻ ഞാൻ മുമ്പ് പറഞ്ഞ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. കർത്താവ് അവിടെ പറഞ്ഞത് ഗമൽ എന്ന പദത്തിന്റെ അർത്ഥം ഒട്ടകമൊന്നല്ല. പിന്നെയോ ഞാൻ ഓർപ്പിച്ചു, ഈ വേദപുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തികൾ ഇതുമായിട്ട് പുലബന്ധം പോലുള്ളവരല്ല, ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു. ചാത്തുമേനോനും വൈദ്യാതയ്യരും മോസസ് സർഫദിയും ഒക്കെ ചേർന്നല്ല ഇത് പരിഭാഷപ്പെടുത്തിയത്. അവർക്ക് ഇതിന്റെ ശരിയായ അർത്ഥതലങ്ങൾ കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടായിരുന്നത് കൊണ്ട് ചെറിയൊരു ഗമലും തമ്മിൽ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ അർത്ഥം പോയി പോക്ക് കണ്ടോ. കർത്താവ് ഓട്ടോ എന്നുള്ള സാധനമേ മിണ്ടിയില്ല. പിന്നെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടകിൽ യാത്ര ചെയ്ത് പോകുമ്പോഴത്തെ സംസാരമല്ലേ. ഈ പടകിൽ വലിച്ചു കെട്ടുന്ന കയറുണ്ട്, നല്ല വണ്ണമുള്ള കയർ. ആ കയറിനാണ് ഗമാൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. കർത്താവ് പറഞ്ഞത് ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഈ കയറെ സൂചിക്കാതെ കേട്ടുന്ന എളുപ്പം എന്നാ പറഞ്ഞത്. നമ്മളായാലും കപ്പൽ, ഈ മരുഭൂമിയിലെ കപ്പലായ ഒട്ടകത്തെ കൊണ്ട് പിന്നെ ഒരു പോക്ക് പോയിട്ട് പിന്നെ ഒട്ടകത്തെ കുറിച്ച് എവിടെല്ലാം പറഞ്ഞിട്ടുണ്ട് ആ വാക്യെല്ലാം എടുത്തുകൊണ്ട് അതിലെല്ലാം പോയി ഒരു പ്രദർശനം തന്നെ നടത്തി. ലാസ്റ്റ് റിബേക്ക ഒട്ടകപ്പുറത്ത് വരുന്ന രംഗമൊക്കെ പറഞ്ഞാണ് ഈ ഒട്ടകത്തെ കൊണ്ട് ഒരു മരത്തെ കൊണ്ട് കെട്ടുന്നത്. ഞാനൊക്കെ കർത്താവ് എല്ലാം കണ്ടുകൊണ്ട് ഞാൻ മനസ്സാവാച പോലും ഓർക്കാത്ത കാര്യമാണ് ഇവന്മാരി പറയുകയും പറഞ്ഞു തരുന്നതിന് രക്തം ഗ്ലോറി ആമേൻ വീട്ടിൽ പറഞ്ഞ് തുള്ളുകയോ ഒക്കെ ചെയ്യും. ഞാൻ പറഞ്ഞത് അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ വള്ളിപ്പുള്ളി ഒന്ന് ചാഞ്ഞാൽ അർത്ഥങ്ങൾ ഒരുപാട് ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന കൃപയാൽ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോണം. ദൈവവചന എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടേ സംസാരിക്കാവൂ, ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകരുത്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം പറഞ്ഞ് വേഗം അവസാനിപ്പിക്കും, ഒരു 4-5 മിനിറ്റിലുണ്ടല്ലോ. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഈ യോഹന്നാൻ ഇപ്പോൾ പത്മോസ് ദ്വീപിൽ കിടക്കുക അല്ലേ? അപ്പോഴാണ് താൻ വെളിപ്പാട് കാണുന്നത്. വെളിപ്പാട് താൻ ആദ്യം കണ്ണു തുറന്ന ആ വിവശതയിൽ താൻ കാണുന്ന ദർശനം ആരെ കുറിച്ചായിരുന്നു? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ചാ അല്ലേ? മനോഹരമായ ആ യേശുക്രിസ്തുവിന്റെ വർണ്ണന യോഹന്നാൻ നന്നായിട്ട് കാണുന്നത്. കാലുകൾ ഉലയിൽ കാച്ചി പഴിപ്പിച്ച നല്ല പിച്ചളക്കൊത്തതും ചേലോട് മുഖഭാവം ആദിത്യൻ ശക്തിയോട് പ്രകാശിക്കും പോലെയും തലമുടി ധവള പഞ്ഞി പോലെയും ഇരിക്കുന്ന ദൈവപുത്രനെ എന്നൊക്കെ പറഞ്ഞാലോ പാട്ടുകാർ എഴുതിയിരിക്കുന്നത് അല്ലേ? സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പാടാത്തല്ല, ഞാൻ പാടിയേ. സ്തോത്രം. ഞാൻ പറഞ്ഞത് ഇവർ തമ്മിൽ കണ്ടിട്ട് ഏകദേശം ഒരു 60 വർഷത്തിന് മേളിലായി. 60 വർഷത്തിന് മേളിൽ. ഒറ്റക്കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങള് ഈ ഒരാളെ 60 വർഷത്തിന് ശേഷം തമ്മിൽ കാണുമ്പോൾ രണ്ടു പേർക്കും ശാരീരികമായി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ശരിയല്ലേ? തീർച്ചയായിട്ടും ഫിസിക്കൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാം. പക്ഷെ കർത്താവ് യോഹന്നാൻ ഈ സമയം കിട്ടുമ്പോഴെല്ലാം മാറിച്ചാരിയിരിക്കുന്നവല്ലേ യോഹന്നാൻ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അവർ തമ്മിലുള്ള ഇന്റിമസി നിങ്ങളുടെ മനസ്സിൽ വന്നല്ലോ. അവർ തമ്മിൽ കണ്ടപ്പോൾ ആരാണെന്ന് അറിയാനായി യോഹന്നാൻ നോക്കിയത്. വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു. ആരാണെന്ന് അറിയാൻ നോക്കിയ യോഹന്നാനോട് കർത്താവ് പറയാ, യോഹന്നാനെ ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒറിജിനൽ യഹൂദനല്ലേ? അതെ. യഹൂദന്റെ ഭാഷ എന്താ? എബ്രായ ഭാഷ. യോഹന്നാൻ ഒറിജിനൽ യഹൂദനല്ലേ? അതെ. യോഹന്നാന്റെ ഭാഷ എന്താണ്? എബ്രായ ഭാഷ. 60 വർഷങ്ങൾക്ക് ശേഷം തമ്മിൽ കാണുമ്പോൾ ന്യായമായി ഇവർ തമ്മിൽ സംസാരിക്കുന്ന ഭാഷ ഏതായിരിക്കണം? എബ്രായ ഭാഷ. നമുക്ക് കിട്ടിയ പുസ്തകത്തിൽ എന്താണ്? ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. എന്താ ഇതിന്റെ അർത്ഥം? ആൽഫ എന്നുള്ളത് ഗ്രീക്കിലെ ആദ്യത്തെ അക്ഷരവും ഒമേഗ ഏറ്റവും ഒടുവിലത്തെ അക്ഷരമാകും. അതിനപ്പുറം ആ പദത്തിന് എന്താണ് അർത്ഥമുള്ളത്? നോ മീനിങ്. അവിടെ പറഞ്ഞത് ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്നല്ല. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി,
എന്റെ കൈവശമുള്ള എബ്രായ ബൈബിളിനകത്തും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. Praise the Lord. പിന്നെ എന്താ അവിടെ കൊടുത്തിരിക്കുന്നത് അറിയാമോ? പരിഭാഷയിൽ വന്ന ഒരു ചെറിയ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാമെന്ന് ഞാൻ പറയുകയാണ്. അവർ തമ്മിൽ ഗ്രീക്കിൽ സംസാരിച്ചെന്നൊക്കെ പറഞ്ഞാൽ എന്റെ ദൈവമേ എങ്ങനെ സഹിക്കാൻ പറ്റും? നിന്നെ കുറിച്ചുകൊണ്ട് ഇവൻ ഗ്രീക്ക് വിരോധിയാണോ എന്നോ ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞു. സ്തോത്രം. അവർ തമ്മിൽ ഗ്രീക്കിലാണോ സംസാരിക്കുന്നത്? വഴക്കുണ്ടാക്കണ്ട. ഞാൻ ഉദാഹരണം പറയാം. കർത്താവ് ഏത് ഭാഷയിലാണ് ഈ പൗലോസിനോട് സംസാരിച്ചെന്നറിയാമോ? പൗലോസ് ക്ലാസിക്കൽ ഗ്രീക്കിൽ അഗ്രഗണ്യനായ പാണ്ഡിത്യമുള്ള മനുഷ്യനാണ് പൗലോസ്. ശൗൽ, പിന്നീട് പൗലോസായ ശൗൽ എന്ന മനുഷ്യൻ. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായത്തിന്റെ 14-ാമത് വാക്യം വായിക്കാമോ? ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 26 വേഴ്സ് 14. അപ്പോസ്തല പ്രവർത്തികൾ 26-ാം അധ്യായം 14-ാമത് വാക്യം. ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണപ്പോൾ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന്റെ നേരെ ഉதைക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. ഏത് ഭാഷ? എബ്രായ ഭാഷയിൽ. എല്ലാ പുസ്തകത്തിലും അങ്ങനെയാണോ? അതോ നമ്മുടെ പുസ്തകത്തിനകത്ത് മാത്രം എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചതാണോ? എബ്രായ ഭാഷയിൽ തന്നോട് സംസാരിക്കുന്നു. കർത്താവ് ഗ്രീക്ക സംസാരിച്ചെന്നുള്ളവർക്ക് ഒരു ചെറിയൊരു എവിഡൻസ് ഞാൻ കൊടുത്തുള്ളതേ ഉള്ളൂ. നോ, പ്യുവർ ഹീബ്രു. എബ്രായ ഭാഷയിൽ തന്നോട് സംസാരിച്ചു. ഞാൻ ഇപ്പൊ പറഞ്ഞ അവസാനം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് ചിന്തിക്കാം. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്നല്ല. ഇനി ശ്രദ്ധിച്ചേ, ഞാൻ അതിന് ആദ്യമായിട്ട് പറഞ്ഞത് യോഹന്നാൻ യഹൂദനാണ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും യഹൂദനാണ്. ഞാൻ 2 മിനിറ്റ് കൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണം, അത് പറയാനാണ്. ഒരു യഹൂദ ബാലനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ ഓർപ്പിച്ചിരുന്നു, ഒരു കുഞ്ഞു ജനിച്ച് അവൻ 6 വയസ്സാകുമ്പോഴേക്കും ലേവ്യ പുസ്തകം മുഴുവൻ അവൻ കാണാതെ പഠിച്ചിരിക്കും എന്ന മുമ്പത്തെ ക്ലാസ് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? യെസ്, നിങ്ങളുടെ മനസ്സിലുണ്ട്. ഒരു കുഞ്ഞിനെ അക്ഷരം പഠിപ്പിക്കുമ്പോൾ, എബ്രായ ഭാഷയിലെ 22 അക്ഷരങ്ങൾ അവനെ പഠിപ്പിക്കുമ്പോൾ, അലഫ് മുതൽ താവു വരെയുള്ള 22 അക്ഷരം പഠിപ്പിക്കുമ്പോൾ, ആ 22 അക്ഷരത്തിനും അർത്ഥങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ 22 സവിശേഷതകളാണ് ഈ 22 അക്ഷരത്തിനകത്ത് ഉള്ളത്. നിങ്ങൾ അതിനകത്ത് അങ്ങ് ഉറച്ചു നിൽക്കണം. വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ 22 സവിശേഷതകൾ ഈ 22 അക്ഷരത്തിനകത്തും കൊടുത്തിരിക്കുന്നു. ഒന്നാമത്തെ അക്ഷരമായ അലഫ്. അലഫ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ യേശുക്രിസ്തു എന്നാണ്. താവു എന്ന ഒടുവിലത്തെ അക്ഷരത്തിന്റെ അർത്ഥം മുദ്ര എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ ഭാഷ പഠിക്കും. അങ്ങനെയാണ് അക്ഷരം പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അതിന്റെ ട്യൂൺ. അപ്പൊ അതിന്റെ അലഫ് മുതൽ താവു വരെയുള്ള 22 അക്ഷരങ്ങളും യേശു ക്രിസ്തുവിന്റെ 22 സവിശേഷതകൾ കാണിക്കുകയാണ്. അപ്പൊ അലഫ് എന്ന വാക്കിന്റെ അർത്ഥം, അലഫ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്ന് തന്നെയാണ്. മറന്നുപോകരുത്. സർഫസ് ലെവലിൽ 4 അർത്ഥവും ഡീപ്പർ ലെവലിൽ 70 അർത്ഥമുള്ള ഒന്നാമത്തെ അക്ഷരത്തിന്റെ ഒരർത്ഥമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു. ക്ലിയർ ആകുന്നുണ്ടോ? അലഫ് എന്ന സർഫസ് അക്ഷരത്തിന്റെ സർഫസ് ലെവലിലെ ഒരർത്ഥമാണ് ഞാൻ പറഞ്ഞത്. എന്ത്? യേശു ക്രിസ്തു എന്ന് തന്നെയാണ്. ഒടുവിലത്തെ അക്ഷരത്തിന്റെ അർത്ഥം താവു, മുദ്ര എന്നാണ്. ഒറ്റയടിക്ക് ഞാൻ പറയാം, ക്രിസ്തു യേശുവിൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. സ്തോത്രം. യോഹന്നാൻ
ഒറിജിനൽ യഹൂദനാകയാൽ ഈ 22 അക്ഷരവും പഠിച്ചപ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ 22 സവിശേഷതകൾ യോഹന്നാൻ നല്ല ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ട്. അതാണ് യോഹന്നാൻ ഈ അടിമുടി നോക്കിയത്. വല്ലതും മനസ്സിലായോ? അല്ലാതെ വെളിപ്പാടിനാൽ വീണു ഒരു ബോധമില്ലാതെ കിടന്നു. നമ്മുടെ കൂർത്തി വീണ് കിടക്കുന്നത് കാണാൻ പറ്റില്ലേ? പുതപ്പാട്ട് പുറകെ പോണേ, വീണ് കഴിയുമ്പോ മൂടാൻ. ഞാൻ പിന്നെ എപ്പോഴും പറയാം. അത് പറയുമ്പോ എന്റെ ടോൺ മാറും എന്നുള്ളൂ. ഞാൻ രക്തത്തിൽ ആശ്രയിച്ച് അത് വിടുന്നു. സ്തോത്രം. യോഹന്നാൻ അങ്ങനെ അല്ല. ആ വീഴ്ചയെ കടന്നത് പുള്ളി എഴുതുക, അതിൽ നോക്കി യേശു ക്രിസ്തുവിന്റെ ആ ഒറിജിനൽ രൂപം കണ്ടപ്പോ. അതെന്താ കാരണം? ഞാൻ ആൽഫയും ഒമേഗയാകുന്നല്ല, ഞാൻ അലഫ് അനി അലഫ് താവു എന്നാ പറഞ്ഞേ. ഞാൻ അലഫ് മുതൽ താവു വരെ ഉള്ളവനാണ്. യോഹന്നാനെ, നീ പഠിച്ചിട്ടില്ലേ അലഫ് മുതൽ താവു വരെയുള്ള 22 സവിശേഷതകൾ? അനീ, ഞാനാകുന്നു. കണ്ടോ? സ്തോത്രം. നമുക്ക് കിട്ടിയപ്പോൾ ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. ജിജിപ്പാസിനോട് ആരെങ്കിലും പേര് ചോദിക്കുമ്പോൾ ജിജിപ്പാസ് പറഞ്ഞു, ഞാൻ ആയും അമ്മും ആകുന്നു എന്ന് പറയൂ. അങ്ങനെ പറഞ്ഞ് എന്ത് മനസ്സിലാകും? പറ. നീ ഗ്രീക്ക് പറഞ്ഞ ഗ്രീക്കുകാർ എന്നോട് വഴക്കുണ്ടാക്കണ്ട, മലയാളം ഞാൻ പറയാം. പാലക്കാട് ടൗൺ ഇറങ്ങിയപ്പോ ഒരാൾ ചോദിച്ചു, ബ്രദറിന്റെ പേരെന്താ? ഞാൻ ആയും അമ്മും ആകുന്നു. ആ മുതൽ അം വരെ. പുള്ളി അന്നര വട്ടം നോക്കും. അവിടെ നിന്നുകൊണ്ടേ പുള്ളി റിമോട്ടിലെ വണ്ടി ഓൺ ചെയ്യും. ഡോർ തുറക്കാൻ പറ്റാണെങ്കിൽ അന്നേരം ഓടിച്ചെന്ന് വണ്ടി കയറുകയോ അല്ലേ? യോഹന്നാന്റെ കർത്താവ് പറഞ്ഞു, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു. ഓഹ് എന്റെ ദൈവമേ, നമ്മുടെ ഇടയിൽ അതിന്റെ വർണ്ണനയും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആൽഫ എന്താണ്, ഒമേഗ എന്താണ്, അർത്ഥം എന്താക്കുന്നത്, ആയിക്കോട്ടെ, ഞാൻ ആരെയും വിധിക്കാനായിട്ടല്ല. ഇങ്ങനെ പരിഭാഷ ഇങ്ങനെ വന്നപ്പോൾ ആ ഒറിജിനലിനകത്ത് എന്തുമാത്രം നമ്മൾ അങ്ങ് ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന അറിയിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അല്പസമയം കൂടുതലെടുത്തു. എക്സ്ട്രീംലി സോറി. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. മറന്നു പോകരുത്. അലഫ് മുതൽ താവ് വരെയുള്ള 22 അക്ഷരത്തിൽ നീ പഠിച്ചത് എന്നെ കുറിച്ചാണ്. നീ ഞാനാകുന്നു. സ്തോത്രം. പിന്നെ യോഹന്നാൻ തറയെ പോയില്ലെങ്കിൽ, കാരണം ഈ കക്ഷിയുടെ നെഞ്ചത്താണല്ലോ സമയം കിട്ടുമ്പോഴും ചാരും ഓർത്തുകൊണ്ടാണ് പുള്ളി തറയെ പോയത്. നമ്മൾ പിന്നെ യേശുവോട് ചേർന്നിരിപ്പാത് എത്ര മോദമേ എവിടെല്ലാം നോക്കി എന്തെല്ലാം ആലോചിക്കുന്നുണ്ട് ഈ ചേർന്നിരിപ്പെന്നൊക്കെ പറഞ്ഞത്. ഒരു ചേർന്നിരുന്നുണ്ട്, ഒരു ബന്ധവും ഇല്ല, എത്രയോ കിലോമീറ്റർ ആക്കല്ലോ, പിന്നെ പാടുക ചേർന്നിരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. നമുക്ക് പരമാവധി ഇതിന്റെ ഒറിജിനലിലേക്കൊന്ന് വന്ന് എന്താണോ പരിശുദ്ധാത്മാവിനെ എഴുതിയപ്പോൾ പിതാവായ ദൈവം അതിന്റെ അർത്ഥമാക്കിയത് എന്ന് മനസ്സിലാക്കി ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതിന് അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ കൊലോസുള്ള വിശ്വാസികൾക്ക് ലേഖനം എഴുതി പറയുകയാണ്, ഏതു മനുഷ്യനെയും ക്രിസ്തു തികഞ്ഞവനാക്കണം. ആ തികഞ്ഞവനാക്കാൻ പൗലോസ് സഹിച്ച പങ്കപ്പാടും കഷ്ടതകളും കഴിഞ്ഞ ദിവസം എന്റെ ദൈവമേ ക്ലാസ്സിൽ ഞാൻ കേട്ടു. സത്യം പറഞ്ഞ ചങ്ക് തകർന്നു പോയി. അപ്പോഴാണ് ആ വാക്കിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. പോട്ടെ, അത് പറയാനായിട്ടല്ല. നമ്മുടെ ഉദ്ദേശിച്ചതേ ഉള്ളൂ നമുക്ക് ദൈവവചനത്തിൽ തികഞ്ഞു വരാൻ കാരണമാക്കി തീർക്കട്ടെ എന്ന് ഓർപ്പിച്ച് ഇന്നത്തെ ക്ലാസ്സിന് അവസാനിപ്പിക്കുന്നു. ദൈവം നമുക്ക് വീണ്ടും അടുത്ത തിങ്കളാഴ്ച വീണ്ടും ക്ലാസ് ഒരുമിച്ച് കൂടുന്നവരെയും ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. തുടർന്നുള്ള ഭാഗം ഞാൻ അപ്പോൾ പറയാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാണ്. താങ്ക് യു.